നമ്മളിൽ ഫേസ്ബുക്ക്, വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന കൂട്ടുകാർ പലപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഫേസ്ബുക്ക് ബ്രൗസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെറൈറ്റികളിലുള്ള വീഡിയോകൾ നമ്മൾ ഫേസ്ബുക്കിൽ നമ്മുടെ ന്യൂസ് ഫീഡിലായിട്ട് കാണാറുണ്ട്. അങ്ങനെയുള്ള വീഡിയോകൾ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യാതെ നമുക്ക് എങ്ങനെ ഏതെങ്കിലും ഒരു സുഹൃത്തിന് വാട്സപ്പ് വഴി ഷെയർ ചെയ്യാൻ സാധിച്ചിരിക്കുന്നുവെങ്കിൽ നമുക്ക് എങ്ങനെ വളരെയധികം ഉപകാരപ്രദമായ എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ആ ഒരു ചെറിയ കാര്യത്തിനുള്ള ഒരു പോം വഴിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിലേക്ക് അതിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. നമുക്ക് റിസീവ് ചെയ്യേണ്ട ആൾക്ക് ആപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ വാട്സപ്പ് വഴി തന്നെ അവർക്ക് പ്ലേ ചെയ്യിപ്പിക്കുവാൻ സാധിക്കും. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ തരുന്ന ലിങ്കിൽ നിന്നും ആദ്യമായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ശേഷം ഒന്ന് സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ചെയ്ത് ഇവിടെയായിട്ട് വരുന്ന ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ഫേസ്ബുക്കിൻ്റെ ഇമെയിൽ ID, പാസ്വേഡ് ഇതുപോലെ കൊടുക്കാൻ ആവശ്യപ്പെടും. അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത ശേഷം ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് അപ്പോൾ നമ്മുടെ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ഇൻ്റർഫേസിലേക്ക് ഇവിടെ എത്തിപ്പെടാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് മെസ്സഞ്ചർ ആപ്ലിക്കേഷനൊന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ നമുക്ക് മെസ്സേജുകൾ ചെയ്യാനും മെസ്സേജുകൾ റിസീവ് ചെയ്യുവാനും സാധിക്കും. അതുപോലെ ഒട്ടനേകം തീമുകളിലേക്ക് കളർ ചേഞ്ചിങ് മറ്റു ഒരുപാട് ഓപ്ഷനുകൾ ഇതിനകത്ത് നിങ്ങൾക്ക് ലഭ്യമാണ്. അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഇതിനകത്ത് ലഭ്യമാണ്. സെറ്റിംഗ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഒരുപാട് കളറുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഫേസ്ബുക്കിൻ്റെതായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡിസൈൻ മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇതുപോലെ ഡിസൈൻ മാറ്റി ഉപയോഗിക്കുവാൻ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സാധിക്കും. അതായത് വെറൈറ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ആവശ്യമുള്ള വീഡിയോ നമ്മുടെ ന്യൂസ് ഫീഡിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ആ വീഡിയോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു വീഡിയോ നമ്മൾ ഇതുപോലെ ഇവിടെ നമുക്ക് പ്ലേ ചെയ്യുവാൻ കാണുന്നുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ട് സാധാരണ കാണുന്ന പോലെ ഷെയർ ബട്ടൺ, കമൻറ്റ് ബട്ടൺ, ലൈക്ക് ബട്ടണൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. പ്ലേ ചെയ്യിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പം ഈ 3 ഡോട്ട് ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോയുടെ ഡീറ്റെയിൽസുകളും മറ്റും സേവ് വീഡിയോ അതുപോലുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് എങ്ങനെ വാട്സപ്പിൽ ഷെയർ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെയായിട്ട് സംഭവം പ്ലേ ആകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ താഴെയായിട്ട് ഡൗൺലോഡ് എന്നുള്ളൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം. ഇനി ഷെയർ ചെയ്യാനാണെങ്കിൽ മുകളിലായിട്ട് ഷെയർ എന്നുള്ളൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പിലാണോ മറ്റോ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനായിട്ട് വാട്സപ്പ് എന്നുള്ള ബട്ടൺ സെലക്ട് ചെയ്യുക. വാട്സപ്പ് എന്നുള്ള ബട്ടൺ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ പ്രൊഫൈൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു ലിങ്ക് ആയിരിക്കും ഇതുപോലെ അവർക്ക് സെൻഡ് ആവുക. ഇത് എങ്ങനെയാണ് പ്ലേ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. സാധാരണ നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലാണെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഏതെങ്കിലും ഒരു പ്ലെയറിലായിരിക്കും ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഒന്നുകിൽ MX പ്ലെയർ ഉണ്ടെങ്കിൽ MX, അല്ലെങ്കിൽ VLC ആണെങ്കിൽ VLC അതുപോലെ പ്ലേ ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഇനി ഐഫോണിലാണെങ്കിൽ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇനിയിപ്പം ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ അലോ ചെയ്ത് കൊടുത്തതിന് നമുക്ക് ഡൗൺലോഡ് ചെയ്യുവാനും സാധിക്കും. ഈസി ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യുവാനും സാധിക്കും. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇത്. ഇനി നമുക്ക് അതെങ്ങനെയാണ് സ്വീകരിക്കുന്ന വ്യക്തിക്ക് കാണാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഐഫോണിലേക്കാണ് സെൻഡ് ചെയ്തത്. ഐഫോൺ ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് ഐഫോണിൽ ആ മെസ്സേജ് വന്നിട്ടുണ്ടാകും. വന്ന മെസ്സേജ് നമുക്കൊന്ന് നോക്കാം. ഇതുപോലെ ഒരു മെസ്സേജ് ആയിരിക്കും എനിക്ക് വന്നിട്ടുണ്ടാവുക. ആ മെസ്സേജിന് മുകളിലായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ആ മെസ്സേജിന് മുകളിലായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് റീഡയറക്റ്റ് ആയിട്ട് ഒരു പേജിലേക്ക്, വീഡിയോ പേജിലേക്ക് ഇത് പോകുന്നതാണ്. ഐഫോണിൽ ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക. ആൻഡ്രോയിഡിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ച പോലെ ആയിരിക്കും കാണാൻ സാധിക്കുക. ഇതുപോലെ വീഡിയോ പ്ലേ ആവുന്നതാണ്. ആ സമയത്ത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എയർ പ്ലേ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതുപോലെ കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പ്ലേ ചെയ്യിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. നോക്കുക, ഇതുപോലെ വീഡിയോ നമുക്ക് പ്ലേ ചെയ്തെടുക്കുവാൻ സാധിക്കും. ഇതുപോലെ വളരെയധികം ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക. നിർത്തുന്നു. നന്ദി മൈ ഡിയർ ഫ്രണ്ട്സ്.